ഹമാസ് റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേലിൽ മലയാളി യുവതി കൊല്ലപ്പെട്ടത് ഭർത്താവുമായി വീഡിയോ കോളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയേ ആയിരുന്നു. ഇടുക്കി കീരിത്തോട് സ്വദേശി സൗമ്യ സന്തോഷാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 32 വയസ്സായിരുന്നു സൗമ്യയ്ക്ക്. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം നിലനിൽക്കുന്നതിനിടെയാണ് സൗമ്യ കെയർടേക്കറായി ജോലി ചെയ്യുന്ന വീടിന് മുകളിലേക്ക് ഹമാസ് റോക്കറ്റ് പതിച്ചത്. ഗാസ മുനമ്പ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഇസ്രായേലിലെ അഷ്കലോണിലെ ഒരു വീട്ടിലായിരുന്നു സൗമ്യ ഉണ്ടായിരുന്നത്. ആക്രമണത്തിൽ സൗമ്യ ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്ന 2 സ്ത്രീകൾ കൊല്ലപ്പെടുകയും ഏതാനും പേർക്ക് പരിക്കേറ്റതുമായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് സംഭവം നടന്നത്. ഇവർ താമസിച്ചിരുന്ന കെട്ടിടത്തിന് മുകളിലേക്കാണ് റോക്കറ്റ് വന്ന് പതിച്ചത്. വീട്ടിലുണ്ടായിരുന്ന സൗമ്യ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന വൃദ്ധയും കൊല്ലപ്പെടുകയായിരുന്നു. വീട് പൂർണ്ണമായും തകരുകയും ചെയ്തു. അപകട സമയത്ത് ഭർത്താവ് സന്തോഷുമായി വീഡിയോ കോളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സൗമ്യ സന്തോഷിൻ്റെ സഹോദരൻ സജി പറഞ്ഞിരുന്നു. സംസാരിക്കുന്നതിനിടെ പെട്ടെന്നാണ് ഫോൺ ഡിസ്കണക്റ്റ് ആയത്. വീണ്ടും അവളെ വിളിച്ചെങ്കിലും കിട്ടിയില്ല. ഉടൻ തന്നെ സമീപത്തുള്ള ബന്ധുവിനെ വിളിച്ച് കാര്യം തിരക്കിയപ്പോഴാണ് സംഭവം അറിയുന്നതെന്ന് സജി പറഞ്ഞു. നിരന്തരം വെടിയൊച്ചകൾ കേൾക്കുന്നുണ്ടെന്നും തൻ്റെ ജീവൻ അപകടത്തിലാണെന്നും സന്തോഷിനെ സൗമ്യ സംസാരിക്കുന്നതിനിടെ അറിയിച്ചതായും ബന്ധുക്കൾ പറഞ്ഞു. 7 വർഷമായി സൗമ്യ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്. 2 വർഷം മുമ്പാണ് അവസാനമായി വീട്ടിലെത്തിയത്. ഡീൻ കുര്യാക്കോസ് MP സഹായത്തോടെ തങ്ങൾ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മൃതദേഹം വീട്ടിലെത്തിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടെന്നും സൗമ്യയുടെ ഭർത്തൃ സഹോദരനായ സജി അറിയിച്ചു. സൗമ്യയുടെ കുടുംബവുമായി സംസാരിച്ചിട്ടുണ്ടെന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ട്വിറ്ററിൽ കുറിച്ചു. സൗമ്യ സന്തോഷ് ദമ്പതികൾക്ക് 7 വയസ്സുള്ള ഒരു മകനുമുണ്ട്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മുൻ പഞ്ചായത്ത് മെമ്പർ സതീഷിൻ്റെയും സാവിത്രിയുടെയും മകളാണ് സൗമ്യ. മൃതദേഹം നിലവിൽ അഷ്കലോണിലെ ബർസിലായ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അടുത്ത പ്ലേസിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇതുണ്ടോ, ഏകദേശം ഒരു 4-5 നില മുകളിലാണ്. 4 നില മുകളിൽ ആ വീടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ഭയങ്കര ഇഞ്ചുറിയാണ്. ഓക്കെ, ഏകദേശം ഒരു 5-8 പേർക്ക് ആ വീടിന്റെ 2 വീടിലേക്കാണ് കയറി പോയിരിക്കുന്നത് മിസൈല്. അപ്പോൾ അത് പൊട്ടി താഴോട്ട് വീണ് വണ്ടിയുടെ ഗ്ലാസുകളെല്ലാം പോയിട്ടുണ്ട്. എനിക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റുമെന്നറിയില്ല. ആംബുലൻസ് ഉണ്ട്. ആംബുലൻസ് ഒരു ട്രിപ്പ് പോയതാ. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പാലസ്തീൻ മുസ്ലിംസുകളായിട്ട് ചെറിയ പ്രശ്നം വന്നു. അപ്പോൾ അലസ്ക മോസ്ക് എന്ന് പറയുന്നത് ഒരു 3ാമത്തെ പുണ്യസ്ഥലമാണ് മുസ്ലിംസിന്റെ. അപ്പോൾ അവിടെയായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ആൾക്കാരെ, ജെറുസലേമിലുള്ള മുസ്ലിംസിനെ അങ്ങോട്ടേക്ക് കുടിയൊഴിപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമുക്കിതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിയിൽ റംസാൻ വന്നപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ പോലീസ് വെടിവെച്ചു റബ്ബർ ബുള്ളറ്റ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇതായി പ്രശ്നങ്ങളായി, കണ്ണിന് ഇഞ്ചുറി ആയി. അങ്ങനെ വന്നപ്പം പല രാജ്യങ്ങളും ഇതിനെതിരെ ഇസ്രായേലിനെതിരെ വന്നു. പക്ഷേ ആക്ച്വലി എന്നാ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ അവർക്ക് എഗൈൻസ്റ്റ് ഒന്നുമല്ല, ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഇവർ പിന്നെ ബുള്ളറ്റ് ഇത് ചെയ്തത്. ആർക്കും പരിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ ഒരു 1000 മിസൈലെങ്കിലും ഇന്ന് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയുമ്പോൾ ഒരു 500 മിസൈലായിരുന്നു. ഇപ്പോൾ ഒരു 1000 മിസൈലിന് വേണ്ടി വന്നു. എന്നിട്ട് ഇവിടെ ഒരു 5-8 സ്ഥലത്തേ പോയിട്ടുള്ളൂ. അവിടെ ഒരു 10 ഇട്ടാൽ ഗാസ തീരാവുന്നത് മാത്രമേ ഉള്ളൂ ഇവരിട്ടാൽ. ഇവിടുത്തെ വാക്സിനേഷൻ എല്ലാം ചെയ്യുന്നത്, പിന്നെ കൊറോണയുടെ വാക്സിനേഷനൊക്കെ കൊടുക്കുന്നത് ഇസ്രായേൽ ഗവൺമെൻറ്റാണ്. വെള്ളം കൊടുക്കുന്നത് ഇസ്രായേൽ ഗവൺമെൻറ്റാണ്. എന്താണ് എനിക്കറിയത്തില്ല ഇതെന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഇറാനാണ് മിസൈൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പിന്നെ ഏതിലാണ് മാപ്പിൽ നോക്കിയാൽ അറിയാം. ഈജിപ്തിൻ്റെ ഇസ്രായേലിൻ്റെ ഇടയ്ക്കാണ് ഈ ഗാസ എന്ന് പറയുന്നത്. അത് ഗാസ എന്ന് പറയുന്നത് പാലസ്തീനിൻ്റെ അധീനതയിലുള്ളതാണ്. ഈ പാലസ്തീൻ എന്ന് പറയുന്നത് ജോർദാൻ്റെയും ജോർദാൻ്റെ കറൻസിയും ഇസ്രായേലിൻ്റെ കറൻസിയാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ ആലോചിക്കണം. എന്നിട്ടാണ് ഇവരോട് മിസൈൽ എടുത്തത്. എന്തിതാണ് നമ്മൾ വാർത്തയിൽ കേൾക്കുന്നതൊക്കെ വളരെ തെറ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ അറ്റാക്ക് ചെയ്യുന്നില്ല, അവർ തടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇവർ അയൺ ഡോം എന്ന് പറയുന്ന സാധനം വെച്ച് തടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇവരവിടെ ഒരു 10 മിസൈൽ ഇട്ട് കഴിഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ ആക്ച്വലി.
അതുകൊണ്ട് ന്യൂസ് ഇടുന്ന ഏത് ചാനലുകാരും വെറുതെ അബദ്ധമാണ് നിങ്ങൾ പറയുന്നത്. കാരണം ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഞങ്ങളിവിടെ വർക്ക് ഇതാടാ ഇസ്രായേലിൽ 13 വർഷമായി ചേട്ടനുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നമില്ല. ചേട്ടൻ എന്താ പ്രശ്നമുണ്ടോ? ഇവിടെ ചേട്ടൻ എവിടെ ഉണ്ട്? ഇതാ ചേട്ടൻ പറയടാ. തീരുന്നേ ഉള്ളൂ. അവര് ഇന്നലെ ഒരു ചെറിയത് ഇട്ടതേ ഉള്ളൂ. എന്നിട്ട് ചെറിയ പരിക്കുകൾ ആരോ മരണപ്പെട്ടോന്നറിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇസ്രായേലിൽ ഞങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് ജീവിക്കുന്ന നല്ല സാലറി ഉണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ പാലസ്തീനിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ശമ്പളം കിട്ടത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഒന്ന് ഒരു എക്സാമിന് പോയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ടാക്സിയിൽ ഒരു സേഫ്റ്റി ആയിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ കുറ്റപ്പെടുത്തുന്നല്ല, നമ്മൾ വെറുതെ അങ്ങനെ പറയാൻ പാടില്ല. ഇവരുടെ ഈ രാജ്യത്തിൽ നിങ്ങൾ ആര് വന്നാലും ഞങ്ങൾ എത്രയോ പേരുണ്ട്. ഞങ്ങൾ ഇവിടെ 1 കോടി ജനങ്ങൾ ഇവിടെ ഉള്ളാകെ നമ്മളുണ്ടല്ലോ എത്ര 1 ലക്ഷം പേരോ മലയാളികളോ എത്ര പേരുണ്ട്. ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് വാക്സിനേഷൻ വരെ ഫ്രീ ആയിരുന്നു. ഇതൊക്കെ എന്താണ് ഇത് കാണിച്ചു കൂട്ടുന്നത്? തെമ്മാടിത്തരാ, വെറും തെമ്മാടിത്തരാണ്. ഇതിപ്പോ അങ്ങോട്ട് തിരിച്ചു വിട്ടതല്ല. ആദ്യം നാട്ടിലുള്ളവർ മനസ്സിലാക്കി, ഇത് അങ്ങോട്ട് തിരിച്ചു വിട്ട മിസൈലല്ല. ഇത് ഇവര് തടുക്കുന്നതാണ്. തടുത്തിട്ട് അതിനകത്ത് നിന്ന് ചെറിയ പീസുകൾ വന്നിട്ട് വീഴുന്നതാണ്. അങ്ങനത്തെ പീസുകൾ മാത്രമല്ല, അല്ലാത്ത എല്ലാം മോളിൽ നിന്ന് തന്നെ ഭസ്മമാക്കും. അതാണ് അയൺ ഡോം. അയൺ ഡോം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെറ്റിലടിച്ചാൽ കാണാൻ പറ്റും. ബോംബ സെറ്റപ്പാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ബോംബ് വരുമ്പോൾ അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് ചേസ് ചെയ്ത് വന്നിട്ട് അതിന് ഭസ്മമാക്കളെ. അതാണ് അയൺ ഡോം. അപ്പൊ ഇത് അറിയത്തില്ലാത്തവർക്ക് പറഞ്ഞിരുന്നത്. അപ്പൊ ഇങ്ങനെ വളരെ മോശമാക്കിയിട്ട് പല രാജ്യങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവർ ആക്ച്വലി ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് നല്ല ഉറപ്പാണ്. ഞങ്ങളിവിടെ നിൽക്കുന്നില്ലേ. അപ്പൊ അങ്ങനെയല്ല വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും. ഈ പറയുന്ന അലസ്ക മോസ്ക് അവിടെ ആർക്കും ചെല്ലാം. അല്ല, അതിന്റെ പുറത്ത് വരെ നമുക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷെ യഹൂദരെന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളല്ല കേട്ടോ. യഹൂദരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മതമാണ്. അവരുടെ എന്ത് പരിപാടിക്കും നമുക്ക് ഉള്ളിൽ കയറാം. ഈ അലസ്ക മോസ്കിന്റെ ഉള്ളിൽ നമുക്ക് കയറണമെങ്കിൽ ഭയങ്കര പെർമിഷനും ഒരു റൂമിൽ ഇതിന്റെ ഇടയിൽ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. മുസ്ലിംസിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അത്രയും പ്രശ്നങ്ങളുള്ള ഏരിയ. ബാക്കിയുള്ളവർക്ക് പ്രശ്നങ്ങളില്ലല്ലോ. ഇത് എന്തിനാണ് ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്? ഇതൊക്കെ പറഞ്ഞു തീർക്കാനുള്ള കാര്യമുള്ളൂ. അല്ല, ഇപ്പൊ ഇസ്രായേലിനെ അടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല. അവരുടെ കയ്യിൽ അതിന് മാത്രം സാധനങ്ങളുണ്ട്. ഇത് എന്താ പറയാ, മോഡേൺ ടെക്നോളജി ഉണ്ട്. മോഡേൺ ടെക്നോളജി മാത്രമുള്ളത്. അപ്പൊ ഇവന്മാർ ഇത് ഇട്ടിരിക്കുക. ഇതിപ്പോ അങ്ങോട്ടും ഇട്ടാ ഗാസ തീരുന്നേ ഉള്ളൂ. ഗാസ 1 മണിക്കൂറിനുള്ളിൽ ഇവർ ഇസ്രായേൽ തീർക്കും. അതിനാണ് ഇപ്പൊ എത്ര പേര് മരിച്ചിട്ടുണ്ടാവുന്നറിയോ ഇസ്രായേലിൽ? മരണപ്പെടിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ മരിച്ചിട്ടില്ലേലും എത്ര പേരുടെ കാലും കൈ ഒടിഞ്ഞിട്ടുണ്ടാവും. ഇതുണ്ട് ഞങ്ങൾക്ക് ഇത്രയും ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ഇതിവിടെ ലൈൻ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറുക. കാരണം അത്രയും നമുക്ക് ധൈര്യത്തോടെ നമുക്ക് ഇതിനുള്ളിൽ കയറാം എന്ന് പറഞ്ഞ ഫ്രീഡം നമുക്ക് തരുന്നുണ്ട്. ഈ യൂറോപ്യൻ കൺട്രീസ് പോലെ തന്നെ. ഇതെല്ലാം പൊളിഞ്ഞിരിക്കുക. ഇത് കാറിന്റെ ജില്ല് പൊട്ടി എന്റെ കാല് മുറിയാൻ തരത്തില്ല. വള്ളിച്ചെരുപ്പെട്ടാ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഭയാനകമായിട്ടുള്ള സിറ്റുവേഷൻ മനസ്സിലായില്ല. ഇതിന്റെ ഉള്ളിൽ ആൾക്കാർ കിടക്കുന്നുണ്ട്. അതാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇവർ ഈ മിസൈൽ ഇടുന്നതുകൊണ്ട് എന്താണ് കാര്യം നമുക്ക് മനസ്സിലാകുന്നില്ല. നമുക്കൊക്കെ 1 മണിക്കൂർ പണിയെടുത്താല് ഞങ്ങളൊക്കെ 1 മണിക്കൂർ ഇവിടെ ഹോട്ടലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി പണിയെടുത്തു കഴിഞ്ഞാൽ 500 രൂപ. നമ്മുടെ നാട്ടിലെ 500 രൂപ. 10 മണിക്കൂർ ചെയ്ത് 5000 രൂപയ്ക്ക് എത്ര പണിയെടുക്കാവോ അത്രയും പൈസ 1 ലക്ഷം 2 ലക്ഷം രൂപ വരെ ഉണ്ടാക്കാം ഇവിടെ. ആ രാജ്യമാണ്. അതും പാലസ്തീനിൽ നിന്നും ഗാസയിൽ നിന്നും ആൾക്കാരെ പ്രത്യേകം സെലക്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് എടുക്കുന്നത്. ഇവിടെ എത്രയോ പേര് ഇവിടെ അവിടുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ടെന്നറിയോ? ഗാസയിൽ നിന്നും പാലസ്തീനിൽ നിന്നുള്ളവർ. അവരിങ്ങനെ ചെയ്യുമ്പം ഈ ഹമാസ് ടെററിസ്റ്റുകൾ ഇവര് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യണ്ടേ? വർഷത്തില് കഴിഞ്ഞ വർഷം അത്ര കാര്യമായിട്ടില്ലായിരുന്നു. ഇതിപ്പം ഭയങ്കര ഡേഞ്ചറാണ്. ഭയങ്കര സിറ്റുവേഷനാണ്. ഇതെങ്ങനെ ഇവിടെ ജീവിക്കും? ഇതെല്ലാം പൊട്ടിത്തെറിച്ച് പോലീസുകാരൊക്കെ എന്ത് കോർപ്പറേറ്റീവ് എന്നറിയോ? നന്നായിട്ട് സഹകരിക്കും. ഇനിയിപ്പോ ഏകദേശം ഞാൻ 1 മണിക്കൂർ മുന്നേ തോന്നുന്നു വീഡിയോ ഇട്ടത്. അതിനുശേഷം ഇപ്പൊ 1.5 മണിക്കൂറായി. ഇതിനിടയ്ക്ക് തന്നെ ഒരു 500 വന്നെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെയും അടുത്തുള്ള ഭാഗങ്ങളിലുമായിട്ട്. ഇവിടെ മാത്രമല്ല, ഇവിടുന്ന് 20 കിലോമീറ്റർ ഏകദേശം ഇവർക്ക് ഈ മിസൈൽ 60 കിലോമീറ്റർ വരെ പോയിട്ടുണ്ട്. 60-100 ആയിരിക്കും. ഇത്രയും കിലോമീറ്റർ പോയിട്ടുണ്ട്. ഇന്നലെ ജെറുസലേമിൽ വരെ മിസൈൽ വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഏകദേശം ഒരു 80-100 കിലോമീറ്റർ വരെയൊക്കെ പോയിട്ടുണ്ട് ഇവിടുന്ന്.
ജെറുസലേമിൽ കൂടുതൽ ഇടാറില്ല അവർ മിസൈൽ. കാരണം അവരുടെ അലസ്ക മോസ്ക് ഉള്ളത് കൊണ്ട് അവർ അങ്ങോട്ട് ഇടില്ല എന്നുള്ള ഒരിതുണ്ട്. അങ്ങനെ ഇങ്ങനത്തെ ഒരു വർഗീയതയാണ് എന്താണ് കാണിക്കേണ്ടത്. പക്ഷെ ഇവർ നല്ല മനുഷ്യരാണെന്നാണ് നമുക്ക് മൊത്തത്തിലുള്ള അഭിപ്രായം. അതെല്ലാ ഇസ്രായേലുകളും ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും അഭിമാനത്തോടെ പറയും. അതെ, ആംബുലൻസ് കയറുന്നു, ഒരാളെ കയറ്റി. അതായത് ആംബുലൻസിന്റെ കളിയാ. അത്ര ആൾക്കാർ ഇവിടെ ഇഞ്ചുറി ആയിട്ടുണ്ട്. കുറെ പേരെ കൊണ്ടുപോയി. ഇതാ അടുത്ത ആളുടെ പല്ല് പോയി. അയ്യടാ, നമുക്കിവിടെ വീഡിയോ പിടിക്കാം. അതാണ് നമുക്ക്. പിന്നെ ഇത് എന്താണ് ഫ്രീഡം വേണ്ടത്? ഫ്രീഡം ഇല്ലാത്ത കൺട്രിയാണിത്. എല്ലാവരും വെറുതെ നമ്മൾ ഈ മാധ്യമങ്ങളോട് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ വെറുതെ ഒരു എന്നാ പറയുക, കുറേ സ്റ്റാർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യരുത്. ഇവിടുത്തെ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിപ്പോൾ 1000 മിസൈലിന് മേളിൽ ഈ ഏരിയ ആഷിഖ്ലോണ്, ഏത്തുമല